ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ടൈം സേവിങ് ഹാബിറ്റ്സ് ആണ് കേട്ടോ. അതായത് നമുക്കറിയാം, ഇപ്പോൾ സ്കൂളൊക്കെ കംപ്ലീറ്റ്ലി ഓപ്പണായി, കുട്ടികളായാലും നമ്മൾ വീട്ടമ്മമാരായാലും എല്ലാവരും കംപ്ലീറ്റ്ലി ഒരു ബാക്ക് ടു റുട്ടീൻ ആയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ടൈം സേവിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സമയങ്ങളിൽ. അത്തരത്തിൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ടൈം സേവിങ്ങിൽ നമുക്ക് നമ്മുടെ കുക്കിംഗ് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. കുക്കിങ്ങിൽ ടൈം സേവ് ചെയ്യാൻ ഉള്ള ഏറ്റവും ഈസിയായ മാർഗം എന്ന് പറയുന്നത് ഒരു മീൽ പ്ലാൻ തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു 1 വീക്കിനുള്ള മീൽ പ്ലാൻ ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിലും അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ എന്തൊക്കെ ഉണ്ടാക്കേണ്ടത് എന്നത് നമ്മൾ അറ്റ്ലീസ്റ്റ് തലേ ദിവസമെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. പ്ലാൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ മാക്സിമം ചെയ്ത് വെക്കാൻ പറ്റുന്ന പ്രിപ്പറേഷൻസ് എല്ലാം തന്നെ തലേ ദിവസം ചെയ്ത് വെക്കുകയാണ് എങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വർക്കിംഗ് മോംസിനൊക്കെ ഏറ്റവും ഹെൽപ്ഫുള്ളായ ഒരു കാര്യമാണ്. അതായത് നമ്മൾ നെക്സ്റ്റ് ഡേ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പാത്രങ്ങളടക്കം നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ഈസി ആയിട്ട് കുക്കിങ്ങൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ കുക്കിംഗ് എസെൻഷ്യൽ ആയിട്ടുള്ള പിന്നെ ഓയിൽസ്, അതുപോലെ സ്പൈസസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിച്ചണിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇതുപോലെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലെ ഈസി ആയിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്ത് വലിയ റഷൊന്നും ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഈസിയായി കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മൾ തലേ ദിവസം ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ്, ഇതൊക്കെ നമ്മുടെ ഒരു വലിയ ജോലികളാണ് അല്ലേ. അപ്പോൾ തലേ ദിവസം തന്നെ ഇതെല്ലാം കഴുകി തുടച്ച് നീറ്റാക്കിയിട്ട് നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ ഒരു സൈഡിൽ കീപ്പ് ചെയ്യാം. രാവിലെ ഈസി ആയിട്ട് നമുക്കത് എടുത്ത് യൂസ് ചെയ്യാം. ഇനി കുക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ്ങിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ സോഫ, അതുപോലെ ഡൈനിങ് ടേബിൾ, ഇവയ്ക്കൊക്കെ നമുക്ക് കവറുകൾ യൂസ് ചെയ്യാം. അതിനും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് അഴുക്കൊക്കെ ആയിട്ട് കേടുവരും. ഇതുപോലത്തെ കവറുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് ഒരു വിധമൊക്കെ നമുക്ക് ഈസി ആക്കാൻ പറ്റും. ഇൻ കേസ് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അവിടെ ഒരുപാട് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലീനിങ് എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പെട്ടെന്ന് എന്തെങ്കിലും കറകളൊക്കെ കാണുമ്പോൾ ഈസി ആയിട്ട് തുടച്ച് കളയാൻ വേണ്ടിയിട്ട് എപ്പോഴും കിട്ടുന്ന രീതിയിൽ വേണം ഇതെല്ലാം നമ്മൾ കീപ്പ് ചെയ്യാൻ. അതുപോലെ തന്നെ ബെഡിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഹെവി ബെഡൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ ടോയ്സ്. ഈ കുട്ടികളുടെ ടോയ്സൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതിന് ഈസി ആയിട്ട് നമുക്കിതുപോലെ ഒരു ബാസ്ക്കറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ജസ്റ്റ് എല്ലാം കൂടെ നമുക്ക് പെരുക്കി ഒരു ബാസ്ക്കറ്റിൽ നീറ്റാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് എടുത്ത് കളിക്കാനും പറ്റും, നമുക്ക് ക്ലീനിങ്ങും ഈസിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു സമയത്ത്, ഇപ്പോൾ എല്ലാവരും ജോലിയും സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയമായതുകൊണ്ട് തന്നെ നമുക്കൊരു വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം ഒരു വീക്കെൻഡിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വയ്ക്കുക. 1 വീക്കിക്ക് വേണ്ടത് ഇതെല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷം എല്ലാം നന്നായി അയൺ ചെയ്ത് വയ്ക്കാം. അതായത് ഇപ്പോൾ വർക്കിംഗ് വുമൻസ് ആണെങ്കിൽ അവർക്ക് ഒരു വീക്കിന് വേണ്ട ഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ യൂണിഫോം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു 1 വീക്കിന് വേണ്ടത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അയൺ ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. രാവിലെ സമയത്ത് ഇതിനൊക്കെ നിൽക്കാൻ ഒരുപാട് നമ്മൾ ടൈം കളയേണ്ടി വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കബോർഡുകളിൽ ഒരു ചെറിയ സ്പേസെങ്കിലും ഇതുപോലെ ഹാങ് ചെയ്തിടാനുള്ള ഒരു ഏരിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ചൂസ് ചെയ്ത ഡ്രസ്സുകളെല്ലാം നന്നായി അയൺ ചെയ്തതിന് ശേഷം ആ ഒരു വീക്കിലേക്ക് വേണ്ട എല്ലാവരുടെയും ഡ്രസ്സുകളുണ്ടല്ലോ, ആ ഡ്രസ്സുകളെല്ലാം തന്നെ ഇതുപോലത്തെ ഈ സ്പേസിൽ നമ്മൾ ഹാങ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് ഈ ഒരൊറ്റ സ്പേസിൽ തന്നെ നമ്മൾ ആ വീട്ടിലെ എല്ലാവരുടെയും ഡ്രസ്സ് ഒരു 1 വീക്കിന് വേണ്ടത് അയൺ ചെയ്ത് വെച്ചാൽ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ അവരുടെ ടൈം ടേബിൾ, ബുക്സ് എല്ലാം അവരെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിച്ച് എല്ലാം നീറ്റാക്കി റെഡിയാക്കി വെപ്പിക്കാം.
അപ്പോൾ പിന്നെ രാവിലെ സമയത്ത് ബുക്ക് അന്വേഷിച്ച് നടക്കാനും അതിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമൊന്നും വരില്ല. അതുപോലെ തന്നെ ആണ് നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ പൗച്ചുകൾ, അതുപോലെ തന്നെ വാച്ച്, ഇപ്പോൾ കുട്ടികളുടെ സ്കൂളിൽ ടാഗ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് നമ്മുടെ ഷൂ റാക്കിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഡോറിൻ്റെ അടുത്തുള്ള കബോർഡിലൊക്കെ ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ രാവിലെ ഇതൊന്നും അന്വേഷിച്ച് തിരഞ്ഞ് നടക്കുകയും വേണ്ട. ഇൻ കേസ് മറക്കാനുള്ള ചാൻസസും ഒക്കെ കുറവാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പുറത്ത് പോകുമ്പോൾ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണല്ലോ മാസ്ക്. അതുപോലെ മാസ്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ നമ്മുടെ ഡോറിൻ്റെ അടുത്ത് തന്നെ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. Thank you for watching.